ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ UK ഇലക്ഷൻ ജൂലൈ 4 തീയതിയാണ്. വെറും 9 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ലേബർ പാർട്ടിയുടെ ലീഫ്ലെറ്റാണ്. അവരുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഡാൻ ടോമിൽസൺ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഡീറ്റെയിൽസും ആ പാർട്ടിയുടെ കോമൺ ആയിട്ടുള്ള അവരുടെ മാനിഫെസ്റ്റോ ഒക്കെയാണ് ഈ ഒരു ലീഫ്ലെറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഞാനിത് പറയുന്നതുകൊണ്ട് ഈ പറയുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ ഫലങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇവിടെ ഈ ജൂലൈ 4 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ വിജയിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ലേബർ പാർട്ടിക്ക് തന്നെയാണ്. The last Labour government said it would get waiting lists down and did it. We got the waiting list down to the lowest level and the satisfaction in the NHS to the highest level ever. So we will work constructively with you, the workforce, to do as much as we can, as fast as we can. One of the first things that we do is to have 40,000 extra appointments and operations every week. We'll pay for that by getting rid of the non-dom status completely. The last Labour government did deliver full pay restoration. We did get waiting lists down to the lowest ever, and we got patient satisfaction to the highest ever level. So we got a strong record. We've done it before, we'll do it again. അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കൺസർവേറ്റീവ് പാർട്ടിയുടെ NHS വേണ്ടിയുള്ള വാഗ്ദാനങ്ങളെല്ലാം അവരുടെ മാനിഫെസ്റ്റോ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എക്സിറ്റ് പോളുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഏകദേശ ഐഡിയ കാണും ഓരോ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ലേബർ പാർട്ടിയെക്കാളും വളരെ വളരെ പിന്നിലാണ് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ വിജയസാധ്യതകൾ. ഏകദേശം 15% താഴെ ആയിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എക്സിറ്റ് പോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ വിജയസാധ്യത ഏകദേശം 15% താഴെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ഇലക്ഷനിലെ കൂടുതൽ വിജയസാധ്യത നമുക്ക് പാർട്ടിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടിയുടെ NHSൻ്റെ മാനിഫെസ്റ്റോ നമ്മൾ ഓരോരുത്തരും ഡിസ്കസ് ചെയ്യേണ്ടതായിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ലേബർ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ അവർ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ബാക്കിയുള്ളത് ടാക്സ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഫിനാൻസ്, എഡ്യൂക്കേഷൻ, ഡിഫൻസ്, ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ഏറ്റവും മെയിനായിട്ട് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുത്തിരിക്കുന്നത് നമ്മുടെ NHSന് തന്നെയാണ്. ലേബർ പാർട്ടി അവർ NHS അവർ പറയുന്നത് ദേ ഷുഡ് റീഫോം ദ ഹെൽത്ത് സർവീസസ് ആൻഡ് എക്സ്പാൻഡിങ് ദ വർക്ക് ഫോഴ്സ്. ഇതാണ് മെയിനായിട്ട് അവർ ഒരു പഞ്ച് ഡയലോഗ് പോലെ അവർ പറയുന്നത്. ശരിക്കും NHSൻ്റെ ഒരു റീഫോർമേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ലോഗ് NHSലുള്ള ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കട്ട് ചെയ്യാനുള്ളതാണ് ഏറ്റവും വലിയ പ്രിയോറിറ്റി അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഏറ്റവും ഹയസ്റ്റ് റെക്കോർഡിലിട്ടിരിക്കുകയാണ് ഇവിടുത്തെ NHSൻ്റെ വെയിറ്റ് ലിസ്റ്റ്, അല്ലെങ്കിൽ വെയിറ്റിംഗ് ടൈം പീരീഡ് 7.45 മില്യൺ കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു നമ്മുടെ ലേബർ പാർട്ടിയുടെ ഏറ്റവും പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം. സോ മെയിൻ അവർ പറയുന്നത് ടു കട്ട് വെയിറ്റിംഗ് ലിസ്റ്റ്, ഫോക്കസിങ് ദ ബാക്ക്ലോഗ്സ്. അപ്പം മെയിനായിട്ട് അവർ ഹെൽത്ത് സർവീസിൻ്റെ ഒരു റീഫോർമേഷനും അതുപോലെ ഒരു വർക്ക് ഫോഴ്സിൻ്റെ എക്സ്പാൻഡിങ്ങുമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ മാനിഫെസ്റ്റോ നിങ്ങൾക്ക് ഏകദേശം ഞങ്ങളൊരു ഐഡിയ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സോ അവർ ആദ്യം തന്നെ പറയുന്നത് ഫണ്ടിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് £1 billion ടു പ്രൊവൈഡ് 40,000 more appointments and operation and scans in every week. സോ 40,000 കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ്, 40,000-ലധികം അപ്പോയിൻമെൻറ്റ്സ് എവറി വീക്ക്. അതിനുവേണ്ടി £1 billion ഇപ്പോൾ അവർ ഫണ്ടിങ്ങിനായിട്ട് പറയുന്നത്. അത് അവർ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ പറയാൻ പറ്റില്ല. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അവർ പറയുന്നത് എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുക, അതുപോലെ ഡ്യൂറിങ് ഈവനിങ് ആൻഡ് വീക്കെൻഡ്സ് വർക്ക് ചെയ്യുക, വർക്ക് ഫോഴ്സ് സ്റ്റാഫിനെ കൂട്ടുക, അങ്ങനെ പല കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൂടുതലായിട്ട് നമുക്ക് ജൂലൈ 4 തീയതി കഴിഞ്ഞ് നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തത് ഇംപ്രൂവ് ദ NHS പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ NHSൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വളരെ താഴോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇംപ്രൂവ് ദ NHS പെർഫോമൻസ് സ്റ്റാൻഡേർഡാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അത് മെയിനായിട്ട് പറയുന്നത് ആ ഒരു റെഫറൽ ടു ട്രീറ്റ്മെൻറ്റ് ടൈം മാക്സിമം 18 വീക്കിന് താഴെയാക്കാം, 18 ആഴ്ചകൾക്ക് താഴെയാക്കാം റെഫറൽ ടു ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ 4, 6 മാസം 7 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അത് മാക്സിമം 18 വീക്കിന് താഴെയാക്കുക, അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കുകയാണ് അടുത്ത രണ്ടാമതായിട്ട് അവർ പറയുന്നത്.
മൂന്നാമത് സ്പെയർ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഹെൽത്ത് കെയർ സെക്ടേഴ്സിനെ യൂസ് ചെയ്ത് വെയിറ്റ് ലിസ്റ്റ് കുറയ്ക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. പ്രൈവറ്റ് സെക്ടറുകളെ യൂസ് ചെയ്യുക, ഇൻഡിപെൻഡൻറ്റ് ഹെൽത്ത് കെയർ സപ്പോർട്ടേഴ്സിനെ യൂസ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകളിൽ ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഈ റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ച് കൺസർവേറ്റീവ് പാർട്ടി ഇത്ര നഴ്സസിനെ, ഇത്ര ഡോക്ടേഴ്സിനെയും GPസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുമെന്നൊരു നമ്പേഴ്സൊക്കെ കൺസർവേറ്റീവ് പാർട്ടി കൊടുത്തിരുന്നു. ഏകദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ് 92,000 നഴ്സസും അങ്ങനെ 1,00,000-ലധികം സ്റ്റാഫിനെ അവർ റിക്രൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ലേബർ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ അവരെ റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ്, എത്ര സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് റിക്രൂട്ട്മെൻറ്റുകളിൽ, റിക്രൂട്ട് 8,500 ന്യൂ മെൻ്റൽ ഹെൽത്ത് സ്റ്റാഫ്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ ഫോക്കസ് ആണ് അവർ കൊടുക്കുന്നത്. 8,500 പുതിയ മെൻ്റൽ ഹെൽത്ത് സ്റ്റാഫിനെ അവർ റിക്രൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത്രയും സ്റ്റാഫിനെ അവർ പറയുന്നത് ബിഫോർ ഫസ്റ്റ് ടേം ഓഫ് ഗവൺമെൻറ് ഇറ്റ് സെൽഫ്. അപ്പം ഗവൺമെൻറ് ഫസ്റ്റ് ടേമിന് ഉള്ളിൽ തന്നെ ഈ ഒരു 8,500 സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല അവരെ പറഞ്ഞേക്കുന്നത്. സോ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഉറപ്പായിട്ടും ആ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ കാണും എന്നുള്ള ഒരു സൂചനയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതൊന്നും വ്യക്തമായിട്ട് അവർ പറയുന്നില്ല. അതുപോലെ ഡെലിവർ NHS ലോങ് ടേം വർക്ക് ഫോഴ്സ് പ്ലാൻ. അപ്പോൾ ഞാൻ NHS ഇവരുടെ ഒരു മാനിഫെസ്റ്റോ വായിച്ച് മനസ്സിലാക്കി എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത് അവർ കൂടുതലായിട്ടും ആ ഒരു NHSൻ്റെ ലോങ് ടേം വർക്ക് ഫോഴ്സ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വർക്ക് ഫോഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാനാണ് കീർ സ്റ്റാമറും പാർട്ടിയും ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ NHSൻ്റെ ആ ഒരു ലോങ് ടൈം പ്ലാനും NHSൻ്റെ കൂടുതൽ നഴ്സസിനെ ഇവിടെ ട്രെയിൻ ചെയ്ത് ഇവിടെ തന്നെ റിക്രൂട്ട് ചെയ്യുക, അതിനുവേണ്ടി കൂടുതൽ ട്രെയിനിങ് കോളേജുകൾ തുടങ്ങുക, കൂടുതൽ യൂണിവേഴ്സിറ്റികൾ തുടങ്ങുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ, സ്കോളർഷിപ്പുകളൊക്കെ വർദ്ധിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുക. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡൊമസ്റ്റിക് സ്റ്റാഫിനെ അല്ലെങ്കിൽ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകളെ അധികം റിലേ ചെയ്യാതെ തന്നെ ഡൊമസ്റ്റിക് വർക്ക് ഫോഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഏറ്റവും ഇതായിട്ട് കുറയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തായിരുന്നു, ഡൊമസ്റ്റിക് സ്റ്റാഫിനെ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു വലിയൊരു 7.5 മില്യൺ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയും വലിയൊരു ബാക്ക്ലോഗ് അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് അവർ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അത്രയും വലിയൊരു വർക്ക് ഫോഴ്സ് അവർക്ക് വേണ്ടി വരും. അപ്പം ഈ ഒരു വർക്ക് ഫോഴ്സ് ശരിക്കും ഇവിടെ നിന്ന് ഡൊമസ്റ്റിക് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു 3-4 വർഷത്തിന് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകളെ ആശ്രയിക്കേണ്ടി വരും ഒരു പരിധി വരെ എന്ന് വെച്ചാൽ നേരത്തെ നടന്ന പോലുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഈ ഒരു വലിയൊരു വെയിറ്റിംഗ് ലിസ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു വർക്ക് ഫോഴ്സ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ ഉള്ള വർക്ക് ഫോഴ്സ് വെച്ച് ഇവർക്ക് ഈ ഒരു ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് കൺസർവേറ്റീവ് പാർട്ടി ശ്രമിച്ചതാണ്. അപ്പം ഡെലിവർ NHS വർക്ക് ഫോഴ്സ് പ്ലാൻ അവർ കൂടുതലായിട്ട് NHSൻ്റെ ലോങ് ടൈം വർക്ക് ഫോഴ്സ് പ്ലാനിന് പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട്. എസ്റ്റാബ്ലിഷ് ഫെയർ പേ അഗ്രിമെൻറ്റ്. അപ്പോൾ ഇവിടെയുള്ള നഴ്സസിന് NHSലെ നഴ്സസിൻ്റെ റിറ്റൻഷനും അവർ കൂടുതലായിട്ട് അവർ ഊന്നി പറയുന്നുണ്ട്. റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫെയർ പേ അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കെയർ സെക്ടറിൽ ഒരു ഫെയർ പേ ഇത് കൊടുക്കാം. അത് NHSന് മാത്രമല്ല, ഡോക്ടേഴ്സ്, GP, ഹെൽത്ത് കെയർ സപ്പോർട്ടേഴ്സ് അങ്ങനെയുള്ള എല്ലാ മേഖലയിലുള്ളവർക്കും ഒരു ഫെയർ പേ അഗ്രിമെൻറ്റ് കൊടുക്കുക. സാലറി ഹൈക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. അവർ അതിനൊരു അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് പ്രതീക്ഷ നൽകുന്നൊരു ന്യൂസ് തന്നെയാണ്. 125 മില്യൺ പൗണ്ട് ഫണ്ടിങ് ഫോർ ഡെന്റിസ്റ്ററി. അപ്പം റെസ്ക്യൂ ദ ഡെന്റിസ്റ്ററി എന്ന് അവർ പറയുന്നുണ്ട്. അതിനകത്ത് 125 മില്യൺ പൗണ്ടാണ് ഫണ്ടിങ് ആണ് അവർ ഈ ഒരു ഡെന്റിസ്റ്ററിയെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത്. ടു അർജൻറ്റ് 7 lakhs അർജൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ഇൻ എവറി ഇയർ. 7 ലക്ഷത്തിലധികം അർജൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ് കൊടുക്കാൻ പോകുന്നത് ഡെന്റിസ്റ്ററിക്ക്.
അപ്പം മൊത്തത്തിൽ നമ്മുടെ ഒരു മെയിനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ബാക്ക്ലോഗ്സ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ക്ലിയർ ചെയ്യുക, അതുപോലെ ഹെൽത്ത് കെയർ സർവീസസിനെ ഒന്ന് റീഫോം ചെയ്യുക, അതുപോലെ വർക്ക് ഫോഴ്സ് എക്സ്പാൻഡ് ചെയ്യുക. ഈ ഒരു 3 കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മുടെ ഒരു NHSൻ്റെ ലേബറിൻ്റെ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിനുള്ള ഏകദേശം ഫണ്ടിങ് കാര്യങ്ങളൊക്കെ അവർ ഒരു ചെറിയ രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് 4-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ എത്രത്തോളം അതിൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ അവർ റിലേ ചെയ്യും, ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി എത്രത്തോളം അവർ ഫണ്ടിങ് കൊടുക്കും എന്നൊക്കെ നമുക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാൻ പറ്റും. അപ്പം കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നതനുസരിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വലിയൊരു വെയിറ്റിംഗ് ലിസ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പം ഡയറക്റ്റ്ലി അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ഈ ഒരു വലിയൊരു ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യും, 7.5 ബില്യൺ എന്നുള്ള ഒരു ബാക്ക്ലോഗ് അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുള്ള ഉറപ്പായിട്ടും നമ്മുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിനെ ആശ്രയിച്ച് തന്നെ ഇരിക്കും. ആ ഒരു വർക്ക് ഫോഴ്സ് എക്സ്പാൻഡ് ചെയ്യാതെ ഈ ഒരു 7.45 മില്യൺ എന്നുള്ളൊരു വെയിറ്റ് ലിസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ഇവരുടെ ഒരു പ്ലെഡ്ജ് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകളെ തന്നെ റിലേ ചെയ്യേണ്ടിയിരിക്കും. അതുപോലെ വർക്ക് ഫോഴ്സ് അവർ എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷ നൽകുന്ന ഒരു മാനിഫെസ്റ്റോ തന്നെയാണ് നമ്മുടെ ലേബറിൻ്റെയും. സോ നമുക്ക് 4-ാം തീയതി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതിൽ ആര് ജയിച്ചാലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരിക, നമുക്ക് നമ്മുടെ സാലറി ഹൈക്ക് വരിക, അതുപോലെ നമ്മുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ വീണ്ടും തുടങ്ങുക, ഫണ്ടിങ് തരിക, ഇതൊക്കെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. സോ എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ. അതുപോലെ നമ്മുടെ കൂടുതലായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ കാണുന്നത് ഈ ഒരു വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് നമ്മുടെ ചാനൽ കാണുന്ന ഓരോരുത്തരും ദയവായി ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.